നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് ഇന്നിപ്പോൾ ഭാരതനടനം നൃത്തമല്ല, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് പ്രതിമകൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന കണ്ടോ, സിദ്ധിമോളും ജനമോളും. അപ്പം നമ്മുടെ ഈ ഡാൻസിനെ കുറിച്ചുള്ള കമൻറ്റ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഈ രണ്ട് പാർട്ടികളാണ്. ചെമ്പരത്തിക്കമ്മലിട്ട് പാട്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ വീടിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള തോട്ട് വരമ്പിലായിട്ട് ഒരു അരമണിക്കൂർ സമയമല്ലേ എടുത്തുള്ളൂ. ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പല പല ഷോർട്ടായിട്ട് ചെയ്ത ഒരു ഡാൻസ് ആണ്. അതിൽ വന്ന ഒരു കമൻ്റാണ് വിനയ് കുമാർ എന്ന് പറയുന്ന ഒരു സാറ് പറഞ്ഞതാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, എനിക്ക് ഇച്ചിരി ടെൻഷൻ ആയിരുന്നു, ഒന്ന് ഇത്തിരി കൂടി ഗ്യാപ്പുള്ള സ്ഥലമായിരുന്നേൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, കുട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിഞ്ഞു പോയാലോ എന്നുള്ളത്. ഒന്നെന്ന് വെച്ചാൽ അവിടുത്തെ ആ തോടിൻ്റെ സൈഡിലായിട്ടുള്ള പോർഷനിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, ഭയങ്കര ഷോ ഉണ്ടെന്നേ ഉള്ളൂ, മുട്ടുവരെ വെള്ളമുള്ളൂ. അഥവാ വീണാലും മുക്കി പൊക്കി എടുത്ത് നമുക്ക് തുടച്ചെടുക്കാവുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മഴയൊക്കെ ആയിട്ട് അല്പം ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ടാണ് അവിടെ വെച്ച് ചെയ്തത്. കൈപ്പത്തി കവിളിൽ വെക്കുന്ന ഭാഗം ആവർത്തിച്ച് വരുന്നു. നേതാജി എന്ന് പറയുന്ന സാറാ പറഞ്ഞേക്കുന്നത്. 4 പേരും സാരി ഉടുത്ത് നല്ല സുന്ദരിമാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്നും. അതെന്ത് കൈപ്പത്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെക്കുന്നുണ്ടോ? അത് മീൻസ് സിനിമാ പാട്ട് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ലയിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ ഒരു പോർഷൻ കൊടുക്കുന്നതായിട്ടുണ്ട്. ആവർത്തിച്ചുണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവരും ചെയ്യുമ്പോൾ അത് ആവർത്തനാവും. ഓക്കെ, അപ്പോൾ സാർ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് പറയാം. എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും ഇങ്ങനെ ഒരു സാധനം. ഇന്നാളൊരു ദിവസം ശ്രീലക്ഷ്മി മോൾ ഒരു ഡാൻസ് മൊത്തം കുറെ ഉണ്ടായിരുന്നു കേട്ടോ. ലയിക്കുമ്പോൾ കവിളിലേക്ക് കൈ പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ച് കുറയ്ക്കാം. 4 പേരേ ഉള്ളല്ലോ, ബാക്കിയുള്ളവർ എവിടെ? പലപ്പോഴും ചില ഡാൻസിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഡേ ടൈമിങ് ചെയ്യുമ്പോൾ ശ്രീലക്ഷ്മി മോള് ജോലി ബേസോ അല്ലെങ്കിൽ സിദ്ധി മോൾക്ക് ക്ലാസ് ബേസ് അങ്ങനെയൊക്കെ വരാറുണ്ട്. പലർക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും 4 പേര് അപ്പം സൗകര്യപ്രദമായിട്ട് ആരൊക്കെ നിൽക്കുന്നോ അവരെ വെച്ചായിട്ട് ചെയ്യും. ബിനോജി സാറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ടീച്ചർ നന്നായിട്ടുണ്ട്, ഈ പാട്ടിനൊരു മെയിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിലെന്ന്. നമ്മളെല്ലാം തരുണി മണികൾ അല്ല, ഞാനല്ല, എല്ലാം കൂടുതലും പെൺകുട്ടികൾ ചേർന്നാണ് നിത്യതയിൽ കൂടുതലും ഇതായിട്ടൊക്കെ ചെയ്യുന്നത് അല്ലേ. നമുക്ക് അധികം മെയിൽ വന്ന് തുടങ്ങിയിട്ടില്ല. ഒരു നാൾ മെയിൽ വരുമ്പോഴത്തേക്കും മെയിലുമായിട്ട് എത്താം. തൽക്കാലത്തേക്ക് ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഇവർ തന്നെയാണ് ഇറങ്ങുന്നത്. ഓവർ എക്സ്പ്രഷൻ ബേസ് ചെയ്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഈ ഭാരതനടനത്തിൽ നല്ല രീതിക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ കൂടുതൽ കൊടുത്ത് അതിൻ്റെ ഒരു സ്റ്റൈൽ ഇച്ചിരി ഉണ്ട്.